പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവേ കൽപ്പനപോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുവരുടെ ബലിയർപ്പിക്കാം. മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയോടെ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ ഹൃദയത്തിന് പ്രകാശിക്കുവാനും കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുകൊണ്ട് ചൂട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലരുടെയും നാളും ശുദ്ധാത്മാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. നിന്നെ നാമീച്ചുപുകഴ്ത്തുന്നു. സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവിതത്തിൽ പരിപാലനം ആരാധിക്കുവാനും സ്തുതിക്കുവാനും കഴിയപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായിരിക്കും. നിൻ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ജീവനായ ദൈവവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുവാനും ഞങ്ങൾ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾ ഉപകരിക്കുന്ന സ്നേഹവും സരളവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുവാനും നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും അങ്ങേ കാരുണ്യത്താലും ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സഹോദരനെ പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-20 വാക്യങ്ങൾ സഹോദരനെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾ എന്നെ പോലെയാകുകയും ഞാൻ തന്നെയും നിങ്ങളെ പോലെയാകുന്നു. നിങ്ങൾ എന്നോട് ഒരു തെറ്റും പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ ആദ്യമേ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചത് എനിക്ക് ശാരീരിക അസ്വാസ്ഥ്യമുള്ള അവസരത്തിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്റെ ശരീരസ്ഥിതി നിങ്ങൾക്ക് ഒരു പരീക്ഷയായിരുന്നോ? നിങ്ങൾ എന്നെ നിന്ദിക്കുകയോ വെറുക്കുകയോ ചെയ്തില്ല. മറിച്ച് എന്നെ ഒരു ദൈവദൂതനെ പോലെ ഈശ്വരശിഹായെ പോലെ തന്നെ നിങ്ങൾ സ്വീകരിച്ചു. നിങ്ങളുടെ സന്തോഷം ഇപ്പോൾ എവിടെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ കണ്ണുകൾക്ക് ചൂഴ്ന്നെടുത്ത് തരുമായിരുന്നത് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ എനിക്ക് നിങ്ങളോട് സത്യം പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായിരുന്നു. അവർ നിങ്ങളിൽ ശുഷ്കാന്തി കാണിക്കുന്നത് സതുദ്ദേശത്തോടെയല്ല, മറിച്ച് അവരിൽ നിങ്ങൾ ശുഷ്കാന്തി കാണിക്കേണ്ടതിന് നിങ്ങളെ അടർത്തിയെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നതിനാണ്. നല്ല കാര്യത്തിൽ ശുഷ്കാന്തി കാണിക്കുക എന്നത് ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും നല്ലത് തന്നെ. എന്റെ മക്കളെ, വിശ്വാസങ്ങളിൽ രൂപപ്പെടുന്നവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുന്നു അനുഭവിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ സന്നിഹിതനായിരിക്കാനോ എന്റെ സംസാര രീതി തന്നെ മാറ്റാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ നിങ്ങളെ കുറിച്ച് ഞാൻ പരിഗണനയാണ്. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം ഒരു സ്ത്രീയായിട്ടോ ഒരു മൃഗമായിട്ടോ ജനിക്കാത്തതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് യഹൂദ ജനത യവനകാലത്ത് പ്രാർത്ഥിച്ചതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാരണം സ്ത്രീകൾക്ക് പ്രാധാന്യമില്ലാതിരുന്ന കാലഘട്ടത്തിൽ നിർദ്ദേശവിശേഷത്തിൽ യേശുവിനെ അനുഗമിച്ച ഓരോ സ്ത്രീയുടെയും പേര് എന്ന് പ്രതിപാദിക്കുകയാണ്. പതനത്തിൽ അന്നത്തെ എഴുത്തിന്റെ രൂപത്തിൽ പറയുമ്പോൾ അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ ഏകദേശം 4000 പുരുഷന്മാരുണ്ടായിരുന്നു, 5000 പുരുഷന്മാരുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് രണ്ട് അപ്പം വർദ്ധിപ്പിക്കൽ പറയാം. കാരണം ഒരു സ്ത്രീകളുടെ പേര് പറയുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിനെ അനുഗമിച്ച ഏതാനും സ്ത്രീകളെ കുറിച്ചുള്ള സുവിശേഷ രചനയിലെ പല ഭാഗങ്ങളെ കുറിച്ചുമൊക്കെ ധ്യാനിക്കുമ്പോൾ സമൂഹത്തിലെ എല്ലാവരെയും യേശു ഒന്നായി കണ്ടിരുന്നു. അന്നത്തെ സമൂഹത്തിലെ നിയമങ്ങളെക്കാൾ ഉപരി എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം യേശു പട്ടണങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദേവരാജ്യത്തിലെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. 12 ശിഷ്യന്മാർ അവരോടുകൂടി ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികൾ വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവരും മഗ്ദലേനായി വിളിക്കപ്പെടുന്ന മറിയവും ഹേറോദോസിനെ കാര്യസ്ഥനായ കൂസായ യോവനായും സൂസന്നായി തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന പല സ്ത്രീകളും യേശുവിനോടും ശിഷ്യന്മാരോടും ഒപ്പമുണ്ടായിരുന്നു. സന്തോഷത്തോടെ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം
അങ്ങയുടെ മഹത്വത്തിലുള്ള പങ്കുകാരാകണമേ. ലോകം സൃഷ്ടിക്കുമ്പോൾ തന്നെ അങ്ങേക്കുണ്ടായിരുന്ന ബോധത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അനുദിനം ഞങ്ങളുടെ കുരിശുമെടുത്ത് അങ്ങേ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, അങ്ങയുടെ മഹത്വത്തിലുള്ള പങ്കുകാരാകണമേ. എല്ലാ ജനപദങ്ങളും അങ്ങേ രക്ഷകനായി ഏറ്റുപറയുവാനും അങ്ങേ വിശ്വാസ സമാധാനം കണ്ടെത്തുവാനും രക്ഷയുടെ അടയാളവും സമാധാനത്തിന്റെ നിർമ്മവുമായി സഭയെ സ്ഥാപിച്ച കർത്താവേ, അങ്ങയുടെ മഹത്വത്തിലുള്ള പങ്കുകാരാകണമേ. സ്ത്രീകന്മാരും അവരുടെ പിതാക്കളും വഴി സഭയെ സ്വർഗീയ സ്നേഹത്തിലേക്ക് സുരക്ഷിതമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് ആചാര്യ മെത്രാപ്പൊലീത്തയെ, മാർ ആന്റണിയുടെ പിതാവിനെ, മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങയുടെ മഹത്വത്തിലുള്ള പങ്കുകാരാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ധന്യവാനായ നല്ല ദൈവമേ, ഈ അപ്പത്തോട് വീഞ്ഞിനോടും ഒപ്പം ഞങ്ങളുടെ എളിയ നിയോഗങ്ങളെ, ഈ ബലിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ, രോഗികളായ സഹോദരങ്ങളെ, ദേശം പഠിക്കുന്ന മക്കളെ, ജോലിക്കാരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ, വിവിധ മത്സര പരീക്ഷകൾ എഴുതുന്ന കുഞ്ഞുങ്ങളെ, ദേശത്ത് സാമ്പത്തികമായ മേഖലയിൽ അനുഭവിക്കുന്ന കുടുംബ ബന്ധങ്ങളിൽ വെളിയിലുള്ള വ്യക്തികളെ, നിയോഗങ്ങളെ, സഹോദരി ഈ വലിയ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങളെയും പ്രത്യേകമായ വിനയിലും മറ്റും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ഈ അപ്പത്തോട് വീട്ടിനോടൊപ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായിരിക്കും. പരിശുദ്ധാത്മാവിനും സുദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ സത്യപിതാവിനെ സ്മരണാവിശുദ്ധങ്ങളുണ്ടാവട്ടെ. സഹോദരനെ, ഈ കുർബാനയുടെ കരുതൽ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്കായി അങ്ങയുടെ വിശുദ്ധ ശരീര രക്തങ്ങളാവുന്ന ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായ ഞങ്ങളെ അങ്ങ് നൽകിയ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ കർത്താവേ, സ്വർഗ്ഗസ്ഥനായ പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാമേ അവരോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ നിങ്ങളിലേക്ക് ഉയരട്ടെ. സർവ്വത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. അതിലുള്ള സകലത്തെയും കൈയോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരുന്ന അഗ്നിമയമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധമായ പ്രവീന്മാരും സാപ്യന്മാരും ചേർന്ന് നാഥനായ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ വിടാതെ ശ്രമിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്തു. ഈശ്വരൻ
പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു വാഗ്ദൈവം ഏകപരമഗീതവും അഖിലേശ്വരാ മഹിമയാൽ നിറയുന്നു നിരുപമമേ ഹോശാന ഈശ്വരനു സദനം ഹോശാന ഹോശാന ഹോശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താങ്കൾ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർബലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവിന്റെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഈശോയേ, എന്റെ ദൈവമേ, പ്രകാരം തന്നെ കാസയെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തത് പാപമോചനത്തിനായി അനേകർക്കായി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഈശോയേ, എന്റെ ദൈവമേ, ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാം പ്രതിച്ചു കൂടുമ്പോൾ എന്നെ ഓർമ്മിക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുള്ളിൽ സന്യാസം മുൻപിലാനച്ച് കുമ്പിടുന്നു. ഹൃദയങ്ങൾ പ്രാപിക്കുവാൻ സമാധാനത്തോടുകൂടെ കർത്താവേ, സകലനായ ദൈവമേ, സാർവത്രിക സംഹിതനായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സമാധാന പിതാവുമായ കർദിനാൾ ജോർജ് മെത്രാപ്പൊലീത്തയ്ക്കും മാതാവിന്റെ മെത്രാപ്പൊലീത്തയ്ക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവൻ വേണ്ടി പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേൽവികാരികൾ, സന്യാസികളന്മാരും പ്രേക്ഷിതർ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവർക്ക് വേണ്ടി ക്ലേശുതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ സംഭവത്തിനു വേണ്ടി മരണമൂലമങ്ങേ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പൂർവികർക്കും പ്രത്യേകമായി വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കും നിയോഗങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ഈ ബലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങൾക്കും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാ ദമ്പതിമാർക്കും കർത്താവേ പ്രത്യേക പ്രാർത്ഥന ആവശ്യമായിട്ടുള്ള എല്ലാവർക്കും രോഗികൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും അയോഗ്യരായതിനു വേണ്ടി കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. മാത്രമാണ് യഥാർത്ഥ പിതാവായ അങ്ങേ പ്രിയപ്പെട്ടതായ ഞങ്ങളുടെ നാല് ലക്ഷണമായ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തരകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവിനായ യേശുവിന്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. കർത്താവേ, പരിശുദ്ധാത്മാവിനെ വന്ന് ഞങ്ങൾ
ജീവദായകവുമാകിയ നാമത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ വേണമേ. സ്വർഗത്തിൽ നൽകിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാവും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്നേഹത്തിൻ ഈശോയുടെ രക്തങ്ങൾ നമ്മൾ ഭക്ഷിക്കാൻ പാനം ചെയ്യാൻ പോകുന്നു. എഴുതി നിന്നുകൊണ്ട് നമ്മുടെ കടങ്ങളും പാപങ്ങളും മൗനമായി അദ്ദേഹത്തെ പ്രാർത്ഥിക്കാൻ നമുക്ക് ചേർന്ന് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന നാമെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. പ്രിയ സഹോദരരെ, സത്യസന്ധമായിരിക്കുന്ന ഈശോയുടെ സ്വീകരിച്ച് നമുക്ക് നിത്യജീവൻ അവകാശമാക്കാം. ആത്മീയമായി സ്വീകരിക്കുന്നവരെല്ലാം അവരിലേക്ക് പങ്കുചേരുന്നവർ അരൂപി ഈശോയെ മാനസിക പ്രാർത്ഥന ചൊല്ലി ഈശോയെ സ്വീകരിക്കാൻ നിത്യജീവനും കാരണമാകട്ടെ. എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനിയും ഒരു നാളും അങ്ങ് എന്നിൽ നിന്ന് വേർപിരിയരുത്. ഹാ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഹാ അറിയപ്പെടാത്ത സ്നേഹമേ, ഹാ എൻ്റെ പ്രിയനെ, അങ്ങ് എപ്പോൾ എന്നെ അങ്ങേക്കായി സ്വീകരിക്കും. ആമേൻ. സമർപ്പിക്കാം.
നമ്മുടെ വാഗ്ദാനത്തെക്കുറിച്ച് കർത്താവേ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കർത്താവായ ദൈവമേ, സ്വർഗ്ഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളുടെ മോചനത്തിന് കാരണഭൂതം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങേ മഹനീയ പ്രീതത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ ദൈവം ഈശ്വരത്തിന്റെ പ്രതീക്ഷയായ പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ബന്ധങ്ങളുള്ള ആരാധന വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ ദൈവം തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ തുടങ്ങുകയും തന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കടമായി ചുമതലയുടെ കർത്താവ് സമയം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിനെ മേഘനേ നിങ്ങളുടെ മേലോട്ട് നിങ്ങൾ പാപം ശ്രമിക്കട്ടെ. ഉടൻ തന്നെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലന വരമേ നിങ്ങൾ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി.